നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിജെപിക്കാർ ഉത്തരേന്ത്യയിൽ വലിയ ആരോപണം ഉയർത്തുമെന്നത് മുന്നിൽ കണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾ കൊടികൾ ഉപേക്ഷിച്ചത്. എന്നാൽ അതിനെ ചോദ്യം ചെയ്ത ചില പാർട്ടിക്കാർ രംഗത്തെത്തിയതോടുകൂടി കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാൻ പാടാകുന്ന അവസ്ഥയാണ്. ഇതിനെ തുടർന്ന് വണ്ടൂരിൽ KSU MSF പ്രവർത്തകർ തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായി. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് ശേഷമാണ് പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയത്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ മുസ്ലിം ലീഗ് കൊടി ഉപയോഗിക്കുന്ന െ ചൊല്ലി പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. MSF പ്രവർത്തകരാണ് മുസ്ലിം ലീഗ് കൊടി പ്രചാരണ പരിപാടിയിൽ ഉയർത്തിയത്. ഇത് KSU പ്രവർത്തകർ ചോദ്യം ചെയ്തതോടുകൂടിയാണ് തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. പിന്നീട് UDF നേതാക്കൾ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾക്ക് ശേഷമാണ് പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. പരിപാടികളിൽ മുസ്ലിം ലീഗ് കൊടി പ്രദർശിപ്പിക്കുന്നത് കോൺഗ്രസ് കർശനമായി വിലക്കിയിരുന്നു. എന്നാൽ വയനാട്ടിൽ മാത്രമാണ് പച്ചക്കൊടി ഒഴിവാക്കാൻ ലീഗ് തീരുമാനിച്ചത് എന്നും എല്ലാ മണ്ഡലങ്ങളിലും അത് നടപ്പിലാക്കി എന്നും പറഞ്ഞ് ഏതാനും MSFകാർ ലീഗ് പതാക ഉയർത്തി. ഇതോടെ പ്രകോപിതരായ ഏതാനും പേർ MSFകാരെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. MSF പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് കൊടി ഉയർത്തിയത് ഈ KSU പ്രവർത്തകർ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്നാണ്. ആരെയും മർദ്ദിച്ചിട്ടില്ല എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. സംഭവത്തിൽ ലീഗിന് പരാതിയില്ല എന്നും UDF നേതാക്കൾ ഇടപെട്ട പ്രശ്നം പരിഹരിച്ചു എന്നും നേതാക്കൾ അറിയിച്ചു. വയനാടിന് പുറത്ത് ലീഗ് കൊടിക്ക് വിലക്ക് ഏർപ്പെടുത്തിയാൽ അംഗീകരിക്കാനല്ല നിലപാടെന്നാണ് MSF പറയുന്നത്. അതേസമയം മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ ഒന്നും ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിന് മറുപടിയുമായി പിണറായി വിജയൻ രംഗത്ത്. രാഹുൽ ഗാന്ധി നേരത്തെയുള്ള പേരിൽ നിന്ന് മാറിയിട്ടില്ല എന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങൾ ആരും. അന്വേഷണം എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ആരും ബോധം കെട്ട് പോയിട്ടില്ല. ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും കാട്ടിവിരട്ടാൻ നോക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ മുത്തശ്ശി ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എത്ര കാലം? 1.5 വർഷം. ജയിലെന്ന് കേട്ടാൽ നിങ്ങളുടെ അശോക് ചവാനെ പോലെ അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല ഞങ്ങൾ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങൾ ആരും. നിങ്ങളുടെ അനുയായി ആയിരുന്നല്ലോ CBIക്ക് കേസ് കൊടുത്തത്. നിങ്ങൾ കെട്ടിച്ചമച്ച കേസിന്റെ ഭാഗമായിട്ട് വിജിലൻസ് തള്ളിയ കേസ് രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് CBIക്ക് കൊടുത്തത്. CBI വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. നേരത്തെ വിജിലൻസ് എവിടെയാണോ അവിടെ തന്നെയാണ് അവരും എത്തിയത്. അന്ന് നിങ്ങളുടെ പാർട്ടിയാണ് അധികാരത്തിൽ. എങ്ങനെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തതെന്നും അന്നത്തെ CBIയുടെ അന്വേഷണം എന്തായിരുന്നുവെന്നും അതിന്റെ മുകളിലുള്ള നിയമോപദേശം എന്തായിരുന്നുവെന്നും ഒക്കെ മനസ്സിലാക്കാൻ നോക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. അന്വേഷണം എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ആരും ബോധം കെട്ട് പോയിട്ടില്ല. ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും കാട്ടി വിരട്ടാൻ നോക്കരുതെന്നും പിണറായി പറഞ്ഞു.